ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷന് ഇനി 2 മാസം തികച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ മോഡിലേക്ക് എത്തിയിരിക്കുന്നു, പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. BJP സംബന്ധിച്ച് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അവർ തയ്യാറാക്കിയത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ 414 സീറ്റുമായി അധികാരത്തിലെത്തിയ കോൺഗ്രസിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രവുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യവുമായിട്ടാണ് BJP കളത്തിലിറങ്ങുന്നത്. ഗുജറാത്തിലും അവർക്ക് ആ ലക്ഷ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 148 സീറ്റ് നേടി കോൺഗ്രസ് അധികാരം പിടിച്ച ഗുജറാത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ടായിരുന്നു കഴിഞ്ഞ തവണ അരയും തലയും മുറുക്കി ഗുജറാത്തിൽ അവർ പ്രചരണം നടത്തിയത്. അവിടെ അവർ 160 സീറ്റ് നേടി ഒരു വലിയ റെക്കോർഡ് ഇടുകയും ചെയ്തു. അതുപോലെ ഒരു കോൺഗ്രസ് ഇതര സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ രാജ്യം ഭരിക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. അതിനവർ 400+ എന്ന് പറഞ്ഞൊരു ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങുന്നു. ഇതിൽ പല സംസ്ഥാനങ്ങളിലും പല സ്ട്രാറ്റജിയാണ് അവർ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. പല സ്ട്രക്ചറിൽ പല രീതിയിലാണ് അതിനുവേണ്ടി അവർ പണിയെടുക്കുന്നത്. ദക്ഷിണേന്ത്യയാണ് BJP ലക്ഷ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഇടം. കാരണം BJPക്ക് വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിയാതിരുന്ന സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. എന്നാൽ കർണാടകയും തെലുങ്കാനയും അവരുടെ ചിന്താഗതിയെ മാറ്റിമറിച്ചു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 50 സീറ്റ് ടാർഗറ്റായിരുന്നു ദക്ഷിണേന്ത്യക്കായി നൽകിയിരുന്നത്. BJP 50 സീറ്റ് ദക്ഷിണേന്ത്യയിലെ പാർട്ടി അധ്യക്ഷന്മാർക്ക് ടാർഗറ്റായി നൽകുമ്പോൾ BJPയുടെ പ്രതീക്ഷ അതിലൊരു 25 സീറ്റെങ്കിലും ജയിക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് 31 സീറ്റ് നേടാൻ BJPക്ക് കഴിഞ്ഞു, തെലുങ്കാനയിലും കർണാടകത്തിലും ഉൾപ്പെടെ. ഇപ്പോൾ അവരുടെ ലക്ഷ്യം അത് 75 സീറ്റെങ്കിലും, ഇല്ലെങ്കിൽ 60 to 75 എന്നുള്ള നിലയിലേക്ക് ഉയർത്തണം എന്നുള്ളതാണ്. അത് അവർക്കും അറിയാം പ്രയാസകരമാണ് എന്നുള്ളത്. കാരണം ഈ 31 സീറ്റ് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ബേസായി ആലോചിക്കുന്നത്. ഒപ്പം തന്നെ ഒരു 4-5 സീറ്റ് കൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടി നേടുക, അതായത് തെലുങ്കാനയും കർണാടകയും കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങൾ. പക്ഷേ BJP ലക്ഷ്യമിടുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമല്ല, പകരം വരും കാലത്ത് ദക്ഷിണേന്ത്യ കാവിക്കീഴിൽ ആക്കുക എന്ന് തന്നെയാണ്. തെലുങ്കാനയിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ നേട്ടം അവർ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നു. കർണാടകയും അവരെ സംബന്ധിച്ച് സേഫ് സോണാണ്. പിന്നീടുള്ളത് ആന്ധ്രയും തമിഴ്നാടും കേരളവുമാണ്. ഇവിടെ അവർ വലിയ രീതിയിൽ ഒരു ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങുകയാണ്. അതിനായി അവർ ആദ്യം ചെയ്യുന്നത് നിലവിലുള്ള പാർട്ടിയെ തകർത്ത് അതിലെ നല്ല നേതാക്കന്മാരെ തങ്ങളോടൊപ്പം നിർത്തിക്കൊണ്ട് മുന്നേറുക എന്നുള്ളത് തന്നെയാണ്. ആന്ധ്രയിലെ അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന തന്ത്രം, അവരുടെ മുൻകാല സഖ്യകക്ഷിയായ TDP, ഇടയ്ക്ക് BJP വിട്ടുപോയ TDP ഇന്ന് ഒരു ഗതിയും പരഗതിയുമില്ലാതെ നിൽക്കുന്നു. ചന്ദ്രബാബു നായിഡു പലവട്ടം അമിത്ഷായും നദ്ദയും പോയി കണ്ടെങ്കിലും അവർ പച്ചക്കൊടി കാട്ടിയില്ല. അതിനർത്ഥം ഈ ചന്ദ്രബാബു നായിഡുവിന് TDPയെ കൂട്ടാതെ BJP ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കും. അതോടുകൂടി ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി ഇല്ലാതാകും. ആ തെലുങ്ക് ദേശം പാർട്ടിയുടെ വലിയൊരു അണികളെ നേരെ BJP പാളയത്തിൽ എത്തിക്കാൻ കഴിയും. കോൺഗ്രസിന് ആന്ധ്രയെ സംബന്ധിച്ച് വലിയ ശക്തി ഇപ്പോൾ ഇല്ല. ശർമ്മിളയെ കൊണ്ട് മുൻപോട്ട് വരുന്നെങ്കിലും എത്രത്തോളം കയറി വരാൻ കഴിയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം അവിടെ വട്ടപൂജ്യമാണ് കോൺഗ്രസിൻ്റെ സീറ്റ്. പിന്നുള്ളത് YSR കോൺഗ്രസ്സാണ്. BJPയും YSR കോൺഗ്രസും ഇപ്പോൾ ഭായിമാരാണ്. അതായത് YSRും BJPയും ചേർന്നുകൊണ്ട് മറ്റുള്ള പാർട്ടികൾ, അതായത് കോൺഗ്രസിനെയും തെലുങ്ക് ദേശത്തെയും പാടെ ഇല്ലാതാക്കുന്നു. പകരം ഒരു തവണ കൂടി YSR അധികാരത്തിലേക്ക് എത്തുന്നു. ആ ഒരു ഗ്യാപ്പിൽ TDPയുടെ അപ്പാടെ ഈ BJPയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നീക്കം. അതിൻ്റെ ഭാഗമായി NT രാമറാവുവിൻ്റെ മകളെ തന്നെയാണ് BJP അവിടെ സംസ്ഥാന അധ്യക്ഷയാക്കിയിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു മരുമകനാണ്. അപ്പം മരുമകൻ താഴെ പോയാൽ, തകർന്നാൽ സ്വന്തം മകൾ തന്നെ ഈ മരുമകൻ്റെ സമ്പാദ്യം മുഴുവൻ എടുക്കുന്ന ഒരു രീതി. തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തമായ മറ്റൊരു രീതിയാണ് അവർ അവലംബിക്കുന്നത്. AIADMKയെ നേരിട്ട് ഉൾക്കൊള്ളാതെ അതിനകത്തെ 2 വിഭാഗങ്ങളെ മാറി മാറി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് തങ്ങളോടൊപ്പം പൂർണ്ണമായി ലയിപ്പിക്കുകയും മറുവിഭാഗത്തിന് സഖ്യകക്ഷിയാക്കുകയും ചെയ്യുന്നൊരു നീക്കം. അത് എത്രത്തോളം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും 2024 തെരഞ്ഞെടുപ്പിൽ AIADMKയ്ക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും സംശയമാണ്. പകരം BJP അവിടെ ഒരു കുറുമുന്നണി രൂപീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിൽ വിജയകാന്തിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള ചെറുപാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സഖ്യം തമിഴ്നാട്ടിൽ അവർ രൂപപ്പെടുത്തുന്നു. കേരളത്തിലേക്ക് അവർ എത്തുമ്പോൾ ഇത്തവണ ഒരു ട്രയൽ റണ്ണിനാണ് ഒരുങ്ങുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല സംസ്ഥാനത്തും ഓപ്പറേഷൻ ലോട്ടസിനെ കുറിച്ച്, അതായത് ഈ കാലുമാറ്റത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വാർത്തകൾ ചെയ്യാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നാളിതുവരെ BJPക്കാർ തലകുത്തി മറിഞ്ഞിട്ടും കേരളത്തിൽ അത്ര പ്രശസ്തരൊന്നും അല്ലാത്ത ചില ആളുകളെ മാത്രമാണ് മറ്റു പാർട്ടികളിൽ നിന്നും BJPക്ക് ചാടിക്കാൻ കഴിഞ്ഞത്. സ്വന്തം വാർഡിൽ പോയി നിന്നാൽ അവരൊക്കെ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയകരമാണ്. ഇത്തവണ അതിനൊരു മാറ്റം വരുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വം
കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓരോ മണ്ഡലത്തിലും ജനപ്രീതി ഉള്ളവരെ മാത്രം പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഉന്നത സ്ഥാനമാനങ്ങൾ നൽകി അലങ്കരിച്ചാൽ മതി, ഇല്ലെങ്കിൽ അവർക്ക് സീറ്റ് നൽകിയാൽ മതി എന്നൊരു നിലപാടിലേക്ക് BJPയുടെ കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നു. അതായത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലോ പ്രമുഖരായ ചില ആളുകൾ മത്സരിക്കുന്നൊരു സൂചന BJPയുടെ സംസ്ഥാന തലത്തിലെ ചിലരും നൽകി തുടങ്ങിയിട്ടുണ്ട്. അതായത് പഴയതുപോലെ ചെറിയ ടീമുകളെ കൊണ്ടുവന്നിട്ട് വലിയ കാര്യമില്ല, കൊണ്ടുവരുന്നെങ്കിൽ അത്യാവശ്യം അവരവരുടെ മണ്ഡലത്തിലെങ്കിലും 10 വോട്ട് നേടാൻ കപ്പാസിറ്റി ഉള്ളവർ മാത്രം മതി. അതായത് BJP ആഗ്രഹിക്കുന്നത് ഒരു തവണ കൂടി ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ BJPയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും, കോൺഗ്രസ് പാടെ ഇല്ലാതാകും. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരമില്ലാതെ കോൺഗ്രസിന് അധികം നാൾ മുൻപോട്ട് പോകാൻ കഴിയില്ല. ലീഗ് ഒരുപക്ഷെ മറുകണ്ഠം ചാടി LDFനോടൊപ്പം എത്തിയേക്കാം. അതോടുകൂടി UDF ശിഥിലമാകും. അധികാരമില്ലാതെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കുക പ്രയാസകരമാണ്. ഹൈക്കമാൻഡ് ഇല്ല, പകരം സംസ്ഥാനത്തും വലിയ റോളില്ല. അങ്ങനെ വരുമ്പോൾ അത് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJPയിലേക്ക് ഒരു ചായ്വുണ്ടാകും. കാരണം കോൺഗ്രസ് പ്രവർത്തകർക്ക് CPMലേക്ക് പോവുക അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായി എത്തിച്ചേരുന്നിടം BJP ആകുമെന്ന് കരുതുന്നു. ഇനി BJPയിലേക്ക് നേരിട്ട് എത്താത്തവർക്കായി അവർ ചില ചെറു പാർട്ടികളെ കൂടി കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് NDAയുടെ മറ്റു ചില സഖ്യകക്ഷികളെ കൂടി അവർ കേരളത്തിൽ അവതരിപ്പിച്ച് തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ NBP കണക്കുള്ള പാർട്ടികളൊക്കെ ഇപ്പോൾ ചെറുതായി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RPI കണക്കുള്ള പാർട്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്വാലയുടെ പാർട്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നേരിട്ട് BJPയിൽ വരാൻ കഴിയാത്തവർക്ക് വളഞ്ഞ വഴിയിലൂടെ അകത്ത് കയറാം. ഇങ്ങനെയാണ് BJP ദക്ഷിണേന്ത്യയെ ലക്ഷ്യം വെക്കുന്നത്. അവരുടെ ലക്ഷ്യം നരേന്ദ്രമോദി 2024 അധികാരത്തിലേറുമ്പോൾ എല്ലാ സംസ്ഥാനത്തു നിന്നും എല്ലാ കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും ഉണ്ടെങ്കിലും ഉണ്ടാകണമെന്നവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വമ്പൻ നീക്കം നടത്തുന്നു. ഏതായാലും കേരളം ഇത്തവണ അവർ ട്രയൽ റണ്ണാണ്. ഓപ്പറേഷൻ ലോട്ടസ് ആദ്യമായി തന്നെ കേരളത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും തമിഴ്നാട്ടിലും ഒപ്പം തന്നെ ആന്ധ്രയിലുമൊക്കെ അവരുടെ നിലപാടുകൾ നേരത്തെ തന്നെ ചർച്ചയായതാണ്. കേരളമാണ് പുതിയതായി ലക്ഷ്യം വെക്കുന്ന സ്ഥലം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് അവർ വിജയിച്ചില്ലെങ്കിലും വരും കാലങ്ങളിൽ അവരുടെ കാൽക്കീഴിലേക്ക് അതും അമരുക തന്നെ ചെയ്യും. കാരണം ഒരിക്കലും അവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത പശ്ചിമ ബംഗാളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും അടക്കം വെന്നിക്കൊടി പാറിച്ചവർക്ക് ഭരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളം. ഉഴുതുമറിച്ചിട്ടാൽ നല്ല വിളവ് കൊയ്യാൻ കഴിയും. ഇത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിയുമോ എന്നറിയില്ല, പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി തന്നെ അറിയാം. അവരെ നിയന്ത്രിക്കുന്ന RSSനും. ഇതിനാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.